എല്ലാവർക്കും നമസ്കാരം. ഞാൻ സമയ. അപ്പം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സ്റ്റേറ്റ് സിലബസിൻ്റെ SSLCയുടെ കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്ററായ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റിലെ കുറച്ച് ഐഡിയാസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണിൻ്റെ ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ ഈ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്നീ ചാപ്റ്ററിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത് ഗ്യാസിനെ പറ്റിയാണ്. അപ്പോൾ ആദ്യം പറയുന്നതെന്ന് വെച്ചാൽ ഗ്യാസിനകത്ത് എന്തുണ്ട്? മോളിക്യൂൾസ് ഉണ്ട്. ഈച്ച് ഗ്യാസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ന്യൂമറസ് മൈന്യൂട്ട് മോളിക്യൂൾസ് കൊണ്ടാണ് ഗ്യാസ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ബീക്കറിനകത്തൊരു ഗ്യാസ് എടുക്കുമ്പോൾ അതിനകത്ത് മോളിക്യൂൾസ് കാണും അല്ലേ? ഈ മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും, അതിൻ്റെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് കൂടുതലായിരിക്കും, പക്ഷേ അതിൻ്റെ അട്രാക്ഷൻ കുറവായിരിക്കും, അതിൻ്റെ എനർജി കൂടുതലാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വട്ടം പഠിച്ച കാര്യമാണ്. ഇതുകൂടെ തന്നെ ഈ ഗ്യാസിൻ്റെ മൊത്തത്തിലുള്ളൊരു വോളിയം നമ്മൾ എടുക്കുവാണ്. ഇപ്പോൾ ഇതൊരു ഓക്സിജനോ എന്തെങ്കിലും ഒരു ഗ്യാസാണെന്ന് ഓർക്കുക. അപ്പം ഈ ഗ്യാസിൻ്റെ മൊത്തത്തിലുള്ള വോളിയം എന്ന് പറഞ്ഞാൽ ഇത്രയും വോളിയം കാണും ഗ്യാസിന്, അത്രയും സ്പേസിലാണ് ഇരിക്കുന്നത്. സോ അതിൻ്റെ വോളിയം വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മോളിക്യൂളിൻ്റെ വോളിയം എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും. അതൊന്നാമത്തെ പോയിന്റ്. പിന്നെ ഗ്യാസ് മോളിക്യൂൾസ് ആർ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റാപ്പിഡ് റാൻഡം മോഷൻ. അതായത് റാപ്പിഡ് ആണെന്ന് ഉദ്ദേശിക്കുന്നത് അത് സ്പീഡിലാണ്. റാൻഡം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, എല്ലാ ഡയറക്ഷനിലും, അതായത് ഇങ്ങോട്ടും മൂവ് ചെയ്യും, ഇങ്ങോട്ടും മൂവ് ചെയ്യും, ഇങ്ങോട്ടും എല്ലാ ഡയറക്ഷനിലോട്ടും ഗ്യാസ് മോളിക്യൂൾസ് മൂവ് ചെയ്യും. ദേ ആർ ഇൻ റാപ്പിഡ് റാൻഡം മോഷൻ. സോ അപ്പോൾ ഇങ്ങനെ റാപ്പിഡ് റാൻഡം മോഷൻ ഉണ്ടാകുന്ന സമയത്ത് ഏതെങ്കിലും രണ്ട് മോളിക്യൂൾസ് തമ്മിലും കൊളൈഡ് ചെയ്യും, മോളിക്യൂൾസും കണ്ടെയ്നറിൻ്റെ വോളുമായിട്ടും കൊളൈഡ് ചെയ്യും. അപ്പോൾ അവിടെ കൊളിഷൻ നടക്കും അല്ലേ, അവിടെ കൊളിഷൻ നടക്കും. So, as a result of rapid random motion, molecules will collide with each other and collide with the walls of the container. So, ഇങ്ങനെ നടക്കുന്ന കൊളീഷൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. എന്താണ് ഇലാസ്റ്റിക് കൊളീഷൻ? ഇലാസ്റ്റിക് കൊളീഷൻ ഇസ് എ ടൈപ്പ് ഓഫ് കൊളീഷൻ ഇൻ വിച്ച് ദർ ഇസ് നോ ലോസ് ഓഫ് എനർജി ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ കൊളീഷൻ. അപ്പോൾ കൊളീഷന് മുമ്പ് കൊളൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തുവാ? മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക. മൂവ് ചെയ്യാൻ എനർജി വേണമല്ലോ. ഏത് എനർജി വേണം? കൈനറ്റിക് എനർജി അല്ലെ, ഫിസിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. കൈനറ്റിക് എനർജി ഇസ് ദ എനർജി പൊസസ്ഡ് ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ. അതായത് മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. അപ്പോൾ ഈ കൈനറ്റിക് എനർജി ഉള്ളതുകൊണ്ടാണ് മോളിക്യൂൾസ് റാപ്പിഡ് റാൻഡം മോഷനിൽ മൂവ് ചെയ്യുന്നത്. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴാണ് അവർ തമ്മിൽ കൊളൈഡ് ചെയ്യുന്നത്. ഈ കൊളിഷൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് കൊളിഷൻ ആണ്. എന്താണ് ഇലാസ്റ്റിക് കൊളിഷൻ? ഇലാസ്റ്റിക് കൊളിഷൻ ഇസ് എ ടൈപ്പ് ഓഫ് കൊളിഷൻ. കൊളിഷൻ്റെ വേറൊരു ടൈപ്പാണ് ഇൻ വിച്ച് ദർ ഇസ് നോ ലോസ് ഓഫ് എനർജി. അവിടെ എനർജി ഉണ്ട്, ആ എനർജിക്ക് ലോസ് ഉണ്ടാവില്ല ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ കൊളിഷൻ. സോ കൊളിഷന് മുമ്പ് ഒരു എനർജി ഉണ്ട്, കൊളിഷന് ശേഷം ഒരു എനർജി ഉണ്ട്. സോ ഈ രണ്ട് എനർജിയും തുല്യമായിരിക്കുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയുന്നത്. സോ ആസ് ദ കൊളിഷൻ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ, ദർ ഇസ് നോ ലോസ് ഓഫ് എനർജി. What is elastic collision? Elastic collision is a type of collision in which there is no loss of energy before and after the collision. അപ്പോൾ ഇതാണ് ഗ്യാസിനെ ബേസ് ചെയ്യുന്ന കുറച്ച് ഐഡിയാസ്. നമ്മൾ പറഞ്ഞു ഈ ഗ്യാസ് മോളിക്യൂൾസ് അതിൻ്റെ വോൾസുമായിട്ട് കൊളൈഡ് ചെയ്യും. ഇങ്ങനെ കൊളൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഗ്യാസ് മോളിക്യൂൾസിൽ പ്രഷർ ഉണ്ടാകുന്നത്. അതൊരു ഐഡിയ ആണ്. അപ്പം മോളിക്യൂളും കണ്ടെയ്നറിൻ്റെ വോളുമായിട്ട് കൊളൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ഗ്യാസ് മോളിക്യൂൾസിൽ പ്രഷർ ഉണ്ടാകുന്നത്. ഇനി ഇതിൻ്റെ ഓരോ ഫീച്ചേഴ്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാം. ഫസ്റ്റ് ഫീച്ചർ എന്താണ്? വോളിയം. എന്താണ് വോളിയം ഓഫ് ഗ്യാസ്? ഗ്യാസിൻ്റെ എന്നല്ല, വോളിയം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്തുവാ? വോളിയം ഈസ് എ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ എ സബ്സ്റ്റൻസ് അല്ലേ. ഒരു സബ്സ്റ്റൻസിന് ഇരിക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലത്തിനെയാണ് നമ്മൾ വോളിയം എന്ന് പറയുന്നത്. അപ്പം ഗ്യാസ് ഇരിക്കുന്ന എവിടെയാണ്? അതിൻ്റെ കണ്ടെയ്നറിനകത്ത്. അങ്ങനെയാണ് ഗ്യാസിന്റെ വോളിയം എന്തായിരിക്കും? വോളിയം ഓഫ് ഗ്യാസ് ഇസ് ദ വോളിയം ഓഫ് കണ്ടെയ്നർ വിച്ച് ഇറ്റ് ഓക്യുപ്പൈസ്. അത് ഇരിക്കുന്ന, ഓക്യുപ്പൈ ചെയ്യുന്ന കണ്ടെയ്നറിന്റെ വോളിയമാണ് ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത്. ഇനി എന്താണ് പ്രഷർ ഓഫ് ഗ്യാസ്? നമ്മൾ പറഞ്ഞു ഒരു ബീക്കർ എടുക്കുന്ന സമയത്ത് അതിനകത്ത് മോളിക്യൂൾസ് ഒക്കെ ഉണ്ട്. ഈ മോളിക്യൂൾസും വോളും തമ്മിൽ കൊളൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ പ്രഷർ ഉണ്ടാകുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇങ്ങനെ മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ? മോളിക്യൂൾസ് മൂവ് ചെയ്യണം, അവിടെ മോഷൻ നടക്കുന്നുണ്ട്. നമ്മൾ ന്യൂട്ടന്റെ ലോയിൽ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു സാധനം മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഫോഴ്സ് വേണം. ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ മോഷൻ പോസിബിൾ ആകത്തുള്ളൂ, മൂവ്മെന്റ് പോസിബിൾ ആകത്തുള്ളൂ.
അപ്പം ഇത് തമ്മിൽ കൊളൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തോ മോളിക്യൂൾസ് ഇങ്ങോട്ട് മൂവ് ചെയ്യും. സോ ദർ ഇസ് എ മോഷൻ. ഇങ്ങനെ മോഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണം. അപ്പം ഈ പ്രഷർ എന്ന് വെച്ചാൽ എന്താണ്? ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ അവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അത് മൂവ് ചെയ്യുന്നത്. അങ്ങനെ ഒരു യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ അളവിനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്. പ്രഷർ ഈസ് ദ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് പ്രഷർ. ഇനി എന്താണ് ടെമ്പറേച്ചർ? ഇവിടെ പറഞ്ഞു ഇത് മൂവ് ചെയ്യാൻ ഇതിന് ഫോഴ്സ് വേണം, പിന്നെ എനർജി വേണം. എനർജി ഏത് എനർജിയാണ് വേണ്ടത്? മൂവ്മെന്റിനെ സഹായിക്കുന്ന എനർജി ഏതാണ്? കൈനറ്റിക് എനർജി അല്ലേ? കൈനറ്റിക് എനർജി. ഈ കൈനറ്റിക് എനർജിയുടെ ഒരു ആവറേജ്, അതായത് ഏകദേശം എത്ര കൈനറ്റിക് എനർജി വേണം, ഇതൊരു ശരാശരി എന്നൊക്കെ പറയത്തില്ല, ഒരു ഏകദേശ അളവ്, അതിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഈസ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. അപ്പം ഇതാണ് അതിന്റെ 3 കൺസെപ്റ്റ്. സോ ഗ്യാസിനെ പറ്റിയുള്ള ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. എന്താണ് ഗ്യാസിന്റെ വോളിയം? വോളിയം ഓഫ് ഗ്യാസ് ഇസ് ദ വോളിയം ഓഫ് കണ്ടെയ്നർ വിച്ച് ഇറ്റ് occupies. And what is the pressure of gas? Pressure is the force exerting per unit area. ഈ പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാ? P is equal to F by A. F എന്ന് പറയുന്ന ഫോഴ്സ്, A എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏരിയ, P എന്ന് പറഞ്ഞാൽ പ്രഷർ. ഓക്കെ. So, what is the temperature? Temperature is the average kinetic energy of gas molecules. ഇത് ഏകദേശം നമ്മളിപ്പം ഗ്യാസ് എന്ന് വെച്ചാൽ എന്താണ് ഗ്യാസിന്റെ വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ എന്നുള്ളൊരു ജസ്റ്റ് ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഇനി നമുക്ക് ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഇതിലേക്ക് പോവാം. ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്. അപ്പം മോൾ കൺസെപ്റ്റിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് ഗ്യാസ് ലോസ് അറിഞ്ഞിരിക്കണം അല്ലേ? ഗ്യാസിന്റെ കുറെ നിയമങ്ങളുണ്ട്. 3 ഗ്യാസ് ലോസ് ഉണ്ട്. നമ്മൾ ഗ്യാസ് ലോസിനെ പറ്റിയാണ് പറയുന്നത്. 3 എണ്ണം ഉണ്ട്. ഒന്നാമത്തേത് ബോയിൽസ് ലോ, ആൻഡ് ദ സെക്കൻഡ് വൺ ചാൾസ് ലോ, ആൻഡ് ദ തേർഡ് വൺ അവഗാഡ്രോസ് ലോ. എന്താണ് ബോയിൽസ് ലോ നമുക്ക് നോക്കാം. ഇനി ബോയിൽസ് ലോ എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് ബോയിൽസ് ലോ ആണ് പറയുന്നത്, when temperature is a constant, temperature constant ആകുമ്പോൾ the volume of gas is inversely proportional. നമ്മൾ എഴുതുന്നത് ഇങ്ങനെയല്ലേ, 1/8 എഴുതും, inversely proportional to the pressure. So this is the ഇതാണ് ബോയിൽസ് ലോ പറയുന്നത്. ബോയിൽസ് ലോ says that when the temperature is constant, the volume of gas is inversely proportional to the pressure of gas. If volume is taken as V and pressure is taken as P, വോളിയത്തിനെ V എന്നും പ്രഷറിനെ P എന്ന് എടുക്കുകയാണെങ്കിൽ V is proportional to 1/P നമുക്ക് കിട്ടുമല്ലോ. ഇത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഈ പ്രപ്പോർഷണലിനെ ഈക്വൽ ആക്കണം. പ്രപ്പോർഷണാലിറ്റീനെ ഈക്വൽ ആക്കാൻ വേണ്ടി മൾട്ടിപ്ലൈ വിത്ത് എ കോൺസ്റ്റന്റ്. ഞാൻ ഇതിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. പ്രപ്പോർഷണാലിറ്റീനെ ഈക്വൽ ആക്കണമെങ്കിൽ നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ഒരു പ്രപ്പോർഷണാലിറ്റി ഉണ്ട് അല്ലേ? V is proportional to 1/P ആണ്. അപ്പോൾ ഈ പ്രപ്പോർഷണൽ നമ്മൾ ഈക്വൽ ആക്കാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. V is proportional to 1/P. ഈ പ്രപ്പോർഷണൽ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് V is equal to, ഈക്വൽ ആക്കി കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ഉണ്ട്, 1/P into K. അപ്പം എന്താണ്? V is equal to 1 into K/P. V is equal to K/P. ഇപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ V into P equal to K. ഇവിടെ K എന്ത് വരുന്നത്? ഇവിടുത്തെ കോൺസ്റ്റന്റ് അല്ലേ? സോ V into P is a constant. ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ള ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്, കാരണം ഇങ്ങനെ ഈ ലാസ്റ്റത്തെ സെൻറ്റൻസ് മാത്രമേ നമ്മുടെ ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്തിട്ടേക്കുക. സോ the Boyle's law says that when a temperature is a constant, the volume of gas is inversely proportional to the pressure. The volume is taken as V and the pressure is taken as P. V is proportional to 1/P.
For convert this proportionality into equal, we have to multiply with a constant. And here, this constant is taken as k. So, V is equal to 1 by P into k. So, V is equal to 1 into k by P, that is equal to V is equal to k by P. Here, cross multiplication, V into P equal to k. Here, k is the constant. So, V into P is a constant. This is the Boyle's law. This is Boyle's law. അടുത്തത് അപ്പോൾ നമ്മൾ ബോയിൽസ് ലോ പറഞ്ഞു ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആകുമ്പോൾ വോളിയവും പ്രഷറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതാണ് ബോയിൽസ് ലോ. ദാറ്റ് മീൻസ് V into P ഈസ് എ കോൺസ്റ്റന്റ്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോണത് ചാൾസ് ലോയിനെ പറ്റിയാണ്. രണ്ടാമത്തെ ലോ ചാൾസ് ലോ. എന്താണ് ചാൾസ് ലോ? വെൻ പ്രഷർ ഈസ് എ കോൺസ്റ്റന്റ്, പ്രഷർ കോൺസ്റ്റന്റ്, നേരത്തെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി, ഇപ്പം നമ്മൾ പ്രഷറിനെ കോൺസ്റ്റന്റ് ആക്കുവാണെങ്കിൽ ദ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ. ഇൻവേഴ്സ്ലി അല്ല, അതായത് when the volume increases, the temperature also increases. Directly proportional ആണ്. When the volume is taken as V and the temperature is taken as T, V is proportional to T. For convert this proportionality into equal, we have to multiply with a constant. So, V equal to T into K. Here, K is taken as the constant. So, we are dividing, ഇവിടെ multiplication ആണ് നമ്മളിവിടെ കൊണ്ടുവന്ന് division ആക്കുന്നു. So, V by T, ഈ multiplication ഇവിടെ വന്ന് divide ആയേ, V by T equal to K. ഈ K എന്ന് പറയുന്നത് എന്താണ്? Constant ആണ് അല്ലേ? So, V by T is a constant. ഇതാണ് ചാൾസ് ലോ അല്ലേ? അപ്പം എന്താണ് ചാൾസ് ലോ? അതായത് when pressure is a constant, the volume of gas is directly proportional to the temperature of gas. That means when the volume is taken as V and the temperature is taken as T, V is equal to V is proportional to T. Directly proportional to T. And we have to convert this proportionality into equal. We have to multiply with a constant. Here K is taken as the constant. So V is equal to T into K. Here it goes to divide. So V by T is equal to K. Here K is the constant. So V by T is a constant. That is Charles law. Then the next law is Avogadro's law. Avogadro's law ആണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. എന്താണ് Avogadro's law? When pressure and the temperature is a constant, രണ്ടും കോൺസ്റ്റന്റ് ആക്കി വെക്കുമ്പോൾ, when temperature and the pressure is a constant, the volume is directly proportional to the number of molecules. ഇതിന് വേറെ നമ്മൾ ഇതൊന്നും ചെയ്തു വരണ്ട, ഇത്രയും മാത്രം പറഞ്ഞാൽ മതി, കാരണം നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയതുകൊണ്ട്. So, when the temperature and the pressure is a constant, the volume of gas is proportional to the number of molecules. That directly proportional. That means when the number of molecules increases, the volume also increases. മനസ്സിലായല്ലോ? സോ ഇതാണ് ഗ്യാസ് ലോസ് നമ്മൾ പറഞ്ഞത്. സോ ഗ്യാസ് ലോസ് എന്ന് വെച്ചാൽ മൂന്നെണ്ണം ഉണ്ട്: ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ. ബോയിൽസ് ലോ എന്താണ് പറഞ്ഞത്? വെൻ ദ ടെമ്പറേച്ചർ ഇസ് എ കോൺസ്റ്റന്റ്, ദ വോളിയം ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രഷർ ഓഫ് ഗ്യാസ്. ആൻഡ് ചാൾസ് ലോ എന്താ പറഞ്ഞത്? when the pressure is constant, the volume of gas is directly proportional to the temperature of gas. And what is Avogadro's law? When pressure and the temperature is a constant, the volume of gas is directly proportional to the number of molecules. So, ഈ ഒരു ഇതുകൊണ്ട് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ആ ഒരു ഗ്യാസ് ലോസ് എന്ന് പറഞ്ഞ പോർഷൻ തീരാറായി. അപ്പം തീർന്നു. ഇനി അടുത്ത പാട്ടിൽ നമ്മൾ മോൾ കൺസെപ്റ്റ് എന്നുള്ള വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം ഇത്രയും പറഞ്ഞാൽ എന്തായാലും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം താങ്ക് യു.